طيبا مباركا فيه نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم وإذ أخذ ربك من بني آدم من ظهورهم ذريتهم وأشهدهم على أنفسهم ألست بربكم قالوا بلى شهدنا أن تقولوا يوم القيامة إنا كنا عن هذا غافلين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സ്നേഹം നിറഞ്ഞ സദ്വിശ്വാസികളെ വിശ്വാസിനികളെ അല്ലാഹു സുബ്ഹാനഹു തആലയെ സൂക്ഷിച്ചുകൊണ്ടും അവൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി ശ്രദ്ധിച്ചും പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് അർഹതക്കനുസൃതമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് അഅറാഫിൻ്റെ 172 ആയത്താണ് ആമുഖമായി ഞാൻ ഓതിവെച്ചത്. അല്ലാഹു സുബ്ഹാനഹു തആല അവിടെ നമ്മയൊക്കെ ഗഹനമായി ബാധിക്കുന്ന നമ്മുടെയൊക്കെ അറിവും നമ്മുടെ ധാരണകളും കൃത്യമായി ഉണ്ടാകേണ്ട ഒരു വിഷയമാണ് അവിടെ അള്ളാഹു സൂചിപ്പിക്കുന്നത്. റബ്ബ് സുബ്ഹാനഹു തആല മനുഷ്യരിൽ നിന്ന് വാങ്ങിയ ഒരു കരാറിനെ പറ്റിയിട്ടാണ് ആ ആയത്ത് സൂചിപ്പിക്കുന്നത്. മനുഷ്യരിൽ നിന്ന് കരാറ് വാങ്ങി എന്ന് പറഞ്ഞാൽ ലോകത്തെ എല്ലാ മനുഷ്യന്മാരും ആ കരാറ് റബ്ബിന് കൊടുത്തിട്ടുണ്ട്. അതിൽ ഞാനും നിങ്ങളുമുണ്ട്. ആദം നബി അലൈഹിസ്സലാം മുതൽ
ഖിയാമത്ത് നാളിൽ ഏറ്റവും അവസാനമായിട്ട് ജനിക്കുന്ന മനുഷ്യൻ ആരാണോ അവൻ വരെ ആ കരാർ അള്ളാഹുവുമായിട്ട് ആ കരാർ ചെയ്തിട്ടുണ്ട്. ആ കരാറിനെയാണ് റബ്ബ് സുബ്ഹാനഹു തആല ഇവിടെ എടുത്തു ഓർമ്മിപ്പിക്കുന്നത്. വഇദ് അഖദ റബ്ബുക മിൻ ബനി ആദം, ആദമിന്റെ മക്കളിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു തആല കരാർ വാങ്ങിയ സന്ദർഭം. മിൻ ദുഹൂരിഹിം ദുർരിയതഹും, അവരുടെ സന്താന പരമ്പരകൾ, അവരുടെ മുതുകിൽ നിന്ന് വരുന്ന മാനവ സമൂഹത്തെ മുഴുവൻ അള്ളാഹു ചേർത്ത് പറയുകയാണ്. വഅശ്ഹദഹും അലാ അൻഫുസിഹിം, അവരെ മുഴുവൻ അവരുടെ സ്വന്തത്തെ കൊണ്ട് നാം സാക്ഷിയാക്കി. അലസ്തു ബി റബ്ബിക്കും, ഞാനല്ലയോ നിങ്ങളുടെ രക്ഷിതാവ്, ഞാനല്ലയോ നിങ്ങളുടെ റബ്ബ് എന്ന് അള്ളാഹു കരാറ് വെച്ചു. ഖാലു, അവർ പറഞ്ഞു, ബലാ ഷഹിദിന, അതെ ഞങ്ങൾ സാക്ഷിയാണ്, ഞങ്ങൾ ആ കോൺട്രാക്ട് ചെയ്തിരിക്കുന്നു, മീസാക്ക് പാലിച്ചിരിക്കുന്നു, കരാറ് ചെയ്തിരിക്കുന്നു. ഇത് അള്ളാഹു സുബ്ഹാനഹു തആല പറയാം. എന്നിട്ട് റബ്ബ് പറയാം, എന്തിനാണ് ഇങ്ങനെ ഒരു കരാറ് മനുഷ്യരിൽ നിന്ന്, സകല മനുഷ്യരിൽ നിന്നും അള്ളാഹു വാങ്ങിയത്? അൻ തഖൂലു യൗമൽ ഖിയാമത്തി ഇന്നാ കുന്നാ അൻ ഹാദാ ഗാഫിലീൻ. ഖിയാമത്ത് നാളിൽ അവർ പറഞ്ഞേക്കാം, മനുഷ്യന്മാർ പറഞ്ഞേക്കാം, അള്ളാഹു അവരെ വിചാരണ ചെയ്യുമ്പോൾ, അള്ളാഹു അവരെ ചോദ്യം ചെയ്യുമ്പോൾ, തൗഹീദിനെ പറ്റിയിട്ടുള്ള ചോദ്യം വരുമ്പോൾ അവർ പറഞ്ഞേക്കാം, ഞങ്ങൾ ഇതിനെ തൊട്ട് അൻ ഹാദാ ഗാഫിലീൻ, ഈ കാര്യത്തെ തൊട്ട് ഞങ്ങൾ അശ്രദ്ധരായിരുന്നു, ഞങ്ങൾക്ക് അറിവില്ലായിരുന്നു, തൗഹീദ് എന്നത് ഞങ്ങൾക്ക് അറിവില്ലായിരുന്നു എന്നവർ പറഞ്ഞേക്കാം. അങ്ങനെ അവർ പറയാതിരിക്കാൻ വേണ്ടി അവരോട് നാം കരാർ വാങ്ങി. ഔ തഖൂലു, അല്ലെങ്കിൽ അവർ പറഞ്ഞേക്കാം, ഇന്നമാ അശ്റക ആബാഉന മിൻ ഖബൽ, ഞങ്ങളുടെ പൂർവ്വ പിതാക്കന്മാർ, ഞങ്ങൾക്ക് മുൻപുള്ള ഞങ്ങളുടെ പിതാക്കന്മാർ അവരെല്ലാം ആരായിരുന്നു? മുശ്രിക്കുകളായിരുന്നു. വകുന്നാ ദുർരിയതൻ മിൻ ബഅദിഹിം, അവർക്ക് ശേഷം അവരുടെ സന്താന പരമ്പരകളായി വന്ന ആളുകളാണ് ഞങ്ങൾ. ഞങ്ങൾക്ക് തൗഹീദ് അറിയില്ലായിരുന്നു, കാരണം ഞങ്ങളുടെ കുടുംബത്തിന് തൗഹീദ് അറിയില്ലായിരുന്നു. ഞങ്ങൾക്ക് വഴി കാണിക്കേണ്ട മാതാപിതാക്കൾക്ക് തൗഹീദ് അറിയില്ലായിരുന്നു. അവരാണ് ശിർക്ക് ഞങ്ങളെ പഠിപ്പിച്ചത്, ഞങ്ങൾ സ്വയം ശിർക്ക് ചെയ്തതല്ല എന്ന് ഖിയാമത്ത് നാളിൽ വന്നിട്ട് നിങ്ങൾ ന്യായീകരിക്കും. അഫതുഹ്ലികുനാ ബിമാ ഫഅലൽ മുബ്തിലൂൻ, ആ പിന്നെ അസത്യവാദികൾ, ആ പിന്നെ ബാത്തിലിയാക്കൾ, അവർ ചെയ്തതിൻ്റെ പേരിൽ അവർ ചെയ്തതിൻ്റെ പേരിൽ ഞങ്ങൾ എന്തിനാണ് ഇത് അനുഭവിക്കുന്നത്? അവരാണല്ലോ ഇതിന് കാരണം എന്ന് അവിടെ വെച്ചുകൊണ്ട് മനുഷ്യന്മാർ വാദിക്കും. അങ്ങനെ വാദിക്കാതിരിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യരെ കൊണ്ട് ഈ കരാറ് ആദ്യമേ ചെയ്യിപ്പിച്ചു. ഈ കരാർ എന്താണ്? അലസ്തു ബി റബ്ബിക്കും, ഞാനല്ലയോ നിങ്ങളുടെ റബ്ബ് എന്നുള്ള ചോദിച്ചു. ആ ചോദ്യത്തിൻ്റെ മഅന എന്താണ്? അതിൻ്റെ അർത്ഥം എന്താണ്? മുഫസ്സിറുകൾ വിശദീകരിച്ചു. വതഅതരിഫു ലഹു സുബ്ഹാനഹു ബിർറുബൂബിയ്യ, അത് അല്ലാഹു സുബ്ഹാനഹു തആലയെ ആ മനുഷ്യന്മാരെന്ത് ചെയ്യുന്നു? അവിടെ വെച്ച് മനുഷ്യർ അള്ളാഹുവിനെ രക്ഷിതാവായിട്ട് അംഗീകരിക്കുന്നു. വതുഖിറു ലഹു സുബ്ഹാനഹു ബിൽ ഉബൂദിയ്യ, അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ അടിമത്തം, ആരാധ്യത അവർ അംഗീകരിക്കുന്നു. വതശ്ഹദു ലഹു സുബ്ഹാനഹു ബിൽ വഹ്ദാനിയ്യ, അതുപോലെ തന്നെ റബ്ബ് സുബ്ഹാനഹു തആലയുടെ ഏകത്വത്തെ അവർ സാക്ഷ്യം വഹിക്കുന്നു. ഇതാണ് അലസ്തു ബി റബ്ബിക്കും എന്ന ചോദ്യത്തിൻ്റെ, കോൺട്രാക്റ്റിൻ്റെ, ആ കരാറിൻ്റെ, മീസാക്കിൻ്റെ ഉൾപ്പൊരുൾ എന്ന് പറഞ്ഞാൽ, ഞാനല്ലയോ നിങ്ങളുടെ റബ്ബ്, ഞാനല്ലയോ നിങ്ങളുടെ രക്ഷിതാവ് എന്ന് റബ്ബ് സുബ്ഹാനഹു തആല ചോദിച്ചപ്പോൾ മനുഷ്യന്മാർ ബലാ ഷഹിദിനാ, അതേ ഞങ്ങൾ സാക്ഷിയാണ്, ഞങ്ങളിതാ കോൺട്രാക്ട് ചെയ്യുന്നു, മീസാഖിൽ ഏർപ്പെടുന്നു, കരാറ് ചെയ്യുന്നു. ഇതാണ് റബ്ബ് സുബ്ഹാനഹു തആല അവിടെ പഠിപ്പിച്ചത്. അപ്പോൾ തൗഹീദ് എന്നത്, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ഏകത്വം എന്നത് റബ്ബുമായിട്ട് മനുഷ്യന്റെ കോൺട്രാക്റ്റ് ആണ് എന്ന്, കരാറാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കുക. ഈ കരാർ എങ്ങനെയാണ് നടന്നത്? ഈ കരാർ എങ്ങനെയാണ് നടന്നത്? തഫ്സീറുകൾ നോക്കിയാൽ രണ്ട് രൂപത്തിലുള്ള വ്യാഖ്യാനമാണ് മുഫസ്സിറുകൾ നൽകിയത്. ഒന്ന്, അത് മനുഷ്യന്റെ ഫിത്രത്താണ്, നൈസർഗികമായ അവന്റെ വാസനയാണ് തൗഹീദിനെ ഉൾക്കൊള്ളുക എന്നുള്ളത്.
അങ്ങനെയാണ് ഈ കരാർ നടന്നത്. അഥവാ മനുഷ്യൻ ശിർക്കിലേക്ക് പോകുന്നത് അവന്റെ പ്രകൃതിപരമായ വാസനയ്ക്ക് വിരുദ്ധമായി, നൈസർഗികമായ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് ശിർക്ക് സംഭവിക്കുന്നത്. അവൻ നൈസർഗിക ബോധത്തിനനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ, പ്രകൃതിപരമായ ജീവിതം നയിക്കുകയാണെങ്കിൽ അവൻ തൗഹീദിന്റെ ആളായിരിക്കും, അഹ്ലു തൗഹീദായിരിക്കും. അതാണ് ഫിത്രത്ത്. ഇതാണ് ഒരു വ്യാഖ്യാനം. പിന്നെ ഇമാം ഇബ്നു കസീർ റഹിമഹുല്ല ഈ വ്യാഖ്യാനത്തിനാണ്, ഈ തഫ്സീറിനാണ് മുൻപന്തി കൊടുത്തത്. ആയത്തുകൾ തെളിവ് കൊടുത്തു. എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫഅഖിം വജ്ഹക ലിദ്ദീനി ഹനീഫൻ ഫിത്രത്തല്ലാഹി അല്ലതി ഫതറന്നാസ അലൈഹ. ജനങ്ങളുടെ ഫിത്രത്തിനനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ദീനിൽ, ആ നേരെ ചൊവ്വായ ദീനിലേക്ക് നിന്റെ മുഖത്തെ നീ തിരിച്ചു വെക്കുക. അപ്പൊ ജനങ്ങളുടെ ഒരു ഫിത്രത്തുണ്ട്. ആ ഫിത്രത്തിനനുസരിച്ചാണ് ഇസ്ലാം ദീൻ എന്ന് പറയുന്നത്. ആ ഫിത്രത്തിന്റെ തേട്ടമാണ് തൗഹീദ് എന്ന് പറയുന്നത്. ഇതാണ് ഒരു വ്യാഖ്യാനം. ഇനി ഹദീസുകൾ തെളിവുണ്ട്. ഈ വ്യാഖ്യാനത്തിന് ഹദീസുകൾ തെളിവുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. മനുഷ്യന്മാര് സകലരും ജനിക്കുന്നത്, എല്ലാ കുഞ്ഞുങ്ങളും ജനിക്കുന്നത്, എല്ലാ മനുഷ്യ കുട്ടികളും ജനിക്കുന്നത് യൂലദു അലൽ ഫിത്ര, അവൻ ഫിത്രത്തിന്മേലാണ് ജനിക്കുന്നത്. പ്രകൃതിപരമായി മുസ്ലിമായ അവസ്ഥയിലാണ് സകല കുഞ്ഞുങ്ങളും ജനിക്കുന്നത്. അത് മുസ്ലിമിന്റെ കുഞ്ഞു മാത്രമല്ല, ഹിന്ദുവിന്റെയും ക്രൈസ്തവന്റെയും ജൂതന്റെയും നിരീശ്വരവാദിയുടെയും മക്കൾ ജനിക്കുന്നത് യൂലദു അലൽ ഫിത്ര, ഫിത്രത്തിന്മേലാണ്, പ്രകൃതിപരമായ അവസ്ഥയിലാണ്, നൈസർഗിക ബോധത്തിന്മേലാണ്. അവരുടെ പ്രകൃതി അത് കൃത്യമായി അള്ളാഹുവിന് മുസ്ലിമായ അവസ്ഥയിലാണ് എല്ലാ കുഞ്ഞുങ്ങളും ജനിക്കുന്നത്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും പറഞ്ഞു, വഇന്നമാ അബവാഹു, അവന്റെ മാതാപിതാക്കളാണ്, യുഹബ്ബിദാനിഹി വയുനസ്സിറാനിഹി വയുമജ്ജിസാനിഹി, അവനെ യഹൂദനാക്കുന്നത്, അവനെ നസാറാക്കളാക്കുന്നത്, അവനെ മജൂസിയാക്കുന്നത് ആരാണ്? അവന്റെ മാതാപിതാക്കളാണ്. ജനിക്കുന്നത് അവൻ എങ്ങനെയാണ്? ഫിത്രത്തിലാണ്. ആ ഫിത്രത്തിൽ നിന്ന് തെറ്റിച്ച് അന്ധവിശ്വാസവും ഷിർക്കും കുഫറും മനുഷ്യന്റെ വിശ്വാസത്തിലേക്ക് കടത്തിവിടുന്നത് അവന്റെ മാതാപിതാക്കളാണ്, അവന്റെ സൊസൈറ്റിയാണ്, അവന്റെ മതാനുയായികളാണ്, അവന്റെ പുരോഹിതന്മാരാണ്, അവന്റെ പണ്ഡിതന്മാരാണ്, അവന്റെ സൊസൈറ്റിയാണ്. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. എന്ന് പറഞ്ഞാൽ, ഒരു കുഞ്ഞ് ജനിച്ചാൽ, ഒരു കൊച്ചു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അത് ഒരു ഹിന്ദുവിന്റെ കുഞ്ഞിനെയും ഒരു മുസ്ലിമിന്റെ കുഞ്ഞിനെയും ഒരു യഹൂദന്റെ കുഞ്ഞിനെയും നമ്മൾ എടുത്തുകൊണ്ട് എവിടെയെങ്കിലും മനുഷ്യന്മാരില്ലാത്ത ഒരു ദ്വീപിൽ കൊണ്ടുപോയി ഇട്ടു എന്ന് കരുതുക. സങ്കല്പാണ്. അങ്ങനെ ഇട്ടു എന്ന് കരുതുക. പ്രസവിച്ച ഉടനെ ആ 3 ജാതിക്കാരുടെ മതക്കാരുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി നമ്മൾ ഇട്ടു. എന്നിട്ട് നമ്മൾ തിരിച്ചു പോന്നു. ഒരു 10-20 കൊല്ലം കഴിഞ്ഞ് നമ്മൾ അവിടേക്ക് വരുമ്പോൾ ഈ 3 കുട്ടികളും വളർന്നു. വേറെ ഒരു മനുഷ്യരുമായിട്ടും ബന്ധപ്പെട്ടിട്ടില്ല. അവരെ ഉപദേശിക്കാവുന്ന, അവരുടെ വ്യക്തിത്വത്തെ സ്വാധീനിക്കാവുന്ന മറ്റൊരാളുമായിട്ട് ഈ കുഞ്ഞുങ്ങൾ കോണ്ടാക്ട് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മൾ അവിടെ എത്തുമ്പോൾ ഈ 3 മതക്കാരൻ്റെയും കുഞ്ഞ് ശുദ്ധമായ തൗഹീദിൽ വിശ്വസിക്കുന്നവനായിരിക്കും. ശുദ്ധമായ തൗഹീദിൽ അവനൊരു പക്ഷേ അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്ന അറിയണമെന്നില്ല. പക്ഷേ അവന്റെ രക്ഷിതാവ് അദൃശ്യനായിരിക്കും. അവന്റെ രക്ഷിതാവിനെ കല്ലിൽ കൊത്തിവെക്കാൻ പറ്റില്ല, മരത്തടി കൊണ്ട് വിഗ്രഹമാക്കി മാറ്റാൻ പറ്റില്ല, ഖബറുകൾക്കുള്ളിൽ കുഴിച്ചിട്ട ഒരു ജാറമാക്കി മാറ്റാൻ അവന്റെ രക്ഷിതാവിന് അവൻ തുനിയില്ല. കാണാത്ത, അവൻ കേട്ടിട്ടില്ലാത്ത, അവനെ കണ്ടുകൊണ്ടിരിക്കുന്നു അന്ന് അവൻ ഉറപ്പുള്ള ഒരു രക്ഷിതാവിനെ ഭയപ്പെട്ട് അവനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ആ 3 കുഞ്ഞുങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കും. ഫിത്രത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കും, ശുദ്ധ പ്രകൃതിയിൽ ജീവിച്ചുകൊണ്ടിരിക്കും. ആരെങ്കിലും കോണ്ടാക്ട് ചെയ്യുമ്പോഴാണ്, ആരെങ്കിലും ഈ കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെടുമ്പോഴാണ് അവരുടെ വിശ്വാസത്തെ മലീമസമാക്കപ്പെടുന്നത്, അവരുടെ വിശ്വാസം മലീകരണം ചെയ്യപ്പെടുന്നത്. പുറത്തുനിന്ന് ആരെങ്കിലും അതിൽ കൈവെക്കുമ്പോഴാണ്, അവരെ സ്വാധീനിക്കുമ്പോഴാണ്. ഇതാണ് ഒന്നാമത്തെ വ്യാഖ്യാനം. ഇതാണ് അള്ളാഹു പറഞ്ഞ മീസാഖ് എന്ന് മുഫസ്സിറുകൾ പറഞ്ഞു. ഇതാണ് മീസാഖ്.
പരലോകത്ത് പിന്നെ അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യരോട് പറഞ്ഞു, അലസ്തു ബി റബ്ബിക്കും, ഞാനല്ലയോ നിങ്ങളുടെ രക്ഷിതാവ്? ആ സമയത്ത് ബല, അവർ പറഞ്ഞു ഷഹീദിന, ഞങ്ങൾ സാക്ഷിയാണ്, ഞങ്ങൾ കോൺട്രാക്ട് ചെയ്തിരിക്കുന്നു നിന്റെ തൗഹീദിന്, നിന്റെ റുബൂബിയത്തിന്, നിന്റെ ഉലൂഹിയത്തിന്, നിന്റെ വഹ്ദാനിയത്തിന്, നിന്റെ ഏകത്വത്തിന് ഞങ്ങളിതാ അല്ലാഹുവേ സാക്ഷികളായിരിക്കുന്നു എന്ന് സകല മനുഷ്യരും പറഞ്ഞു എന്നാണ് വ്യാഖ്യാനം. ആ ആയത്ത് അതിൻ്റെ വ്യാഖ്യാനാണ് മുഫസ്സിറുകൾ പറഞ്ഞ ഒന്നാമത്തെ വ്യാഖ്യാനം. ഇനി രണ്ടാമത്തെ വ്യാഖ്യാനം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കേണ്ട ഇത് ഏറ്റവും ചുരുങ്ങിയ വ്യാഖ്യാനാണെന്ന് വിചാരിക്കേണ്ട. ഈ വ്യാഖ്യാനം ആരുടെ വ്യാഖ്യാനാണ്? ഇത് ജുംഹൂറുൽ മുഫസ്സിരീൻ, ഭൂരിപക്ഷം മുഫസ്സിറുകളും നൽകിയ വ്യാഖ്യാനാണ്. ഏതൊക്കെ മുഫസ്സിറുകളാണ് ആ വ്യാഖ്യാനം നൽകിയത്? രണ്ടാമത്തെ വ്യാഖ്യാനം പറയുന്നതിന് മുമ്പ് ഏതൊക്കെ തഫ്സീറുകളിൽ ഈ ആയത്തിന് ആ വ്യാഖ്യാനമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, ഇമാം തൊബരി അദ്ദേഹത്തിൻ്റെ ജാമിഉൽ ബയാൻ എന്ന് പറയുന്ന തഫ്സീറിൽ ഈ ഞാൻ പറയാൻ പോകുന്ന രണ്ടാമത്തെ വ്യാഖ്യാനം രേഖപ്പെടുത്തി. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാ ഒന്നാമത്തെ വ്യാഖ്യാനത്തിന്, അഥവാ അലസ്തു ബിറബ്ബിക്കും ബലാ ഷഹിദിന, ഞാനല്ലയോ നിങ്ങളുടെ രക്ഷിതാവ് എന്ന ചോദ്യത്തിന് ബല, അതെ ഷഹീദിന, ഞങ്ങൾ സാക്ഷികളാണ് എന്ന് പറഞ്ഞ ആ ചോദ്യോത്തരം കോൺട്രാക്ട് നടന്നതിനെപ്പറ്റി ഇമാം ഇബ്നു കസീർ മുന്തിച്ചത് നൈസർഗിക വാസനയാണ് എങ്കിലും അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഈ രണ്ടാമത്തെ വ്യാഖ്യാനവും ചേർത്തു. ഇമാം ഖുർത്തുബി, ഇമാം ബഗ്വി, ഇമാം മാതുരിദി, ഇമാം ആലൂസി, ഇമാം റാസി, ഇമാം സുയൂത്തി അവരുടെയൊക്കെ തഫ്സീറിൽ കാണാവുന്ന വ്യാഖ്യാനമാണ് രണ്ടാമത്തെ വ്യാഖ്യാനം. അതേതാണ്? ജുംഹൂറുൽ മുഫസ്സിരീൻ, ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞ വ്യാഖ്യാനം. അത് മനുഷ്യരെയെല്ലാം ആദം നബി അലൈഹിസ്സലാമിൻ്റെ മുതുകിൽ അവരുടെ റൂഹുകൾ ഉണ്ടായിരുന്നു എന്നതാണ്. എല്ലാ മനുഷ്യരെയും ആദം നബി അലൈഹിസ്സലാമിൻ്റെ മുതുകിൽ സകല മനുഷ്യരുടെയും റൂഹുകൾ ഉണ്ടായിരുന്നു. ഒരു ദർറായിട്ട്, അഥവാ ഒരു അണുമണിയായിട്ട്, ഒരു അണുകണക്കിനുള്ള അത്രയും നിസാരമായ തൂക്കത്തിലും വണ്ണത്തിലും മനുഷ്യന്മാരുടെ റൂഹുകൾ മുഴുവൻ ആദം അലൈഹിസ്സലാമിൻ്റെ പിന്നെ മുതുകുകളില്ലായിരുന്നു. ആ റൂഹിനെ മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു തആല അതിനെ പുറത്തേക്കെടുത്തു. എപ്പോ? ഭൂമിയിലേക്ക് ആദം നബി അലൈഹിസ്സലാമിനെ അയക്കുന്നതിന് മുമ്പ്. ഭൂമിയിലേക്ക് ആദം നബി അലൈഹിസ്സലാമയെ അയക്കുന്നതിന് മുമ്പ് ഖാല അല്ലാമത്തു ശൈഖ് ഹാഫിൽ ഹകമി റഹിമഹുല്ലാഹ്, ശൈഖ് ഹാഫിൽ ഹകമി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ മആരിജുൽ ഖബൂലി ബിശ്ശർഹി സുല്ലമിൽ വുസൂൽ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വിശ്വപ്രസിദ്ധമായ കിതാബിൽ പറയുകയാണ്, ലൈസ ബൈനൽ തഫ്സീറൈനി മുനാഫാത്തുൻ വലാ മുലാദ്ദത്തുൻ വലാ മുആറളത്തുൻ. ഈ തഫ്സീറുകൾ, ഒന്നാമത്തെ വ്യാഖ്യാനം എന്താ? നൈസർഗികമായിട്ടുള്ള വാസന എന്ന ഒന്നാമത്തെ വ്യാഖ്യാനവും, അതല്ല റൂഹുകളെ തന്നെ പുറത്തെടുത്തു എന്ന ആലമുൽ അർവാഹിൽ, ആത്മാക്കളുടെ ലോകത്ത് വെച്ച് ആലമുദ്ദർ എന്നും അതിന് പേരുണ്ട്. അഥവാ ആത്മാക്കളെല്ലാം അന്ന് വളരെ ചെറുതായിരുന്നു, ഒരു അണുമണുവിന്റെ വലിപ്പമേ അവക്കുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ആലമുദ്ദർ എന്ന് അവക്ക് പേരുണ്ട്. ആലമുൽ മീസാഖ് എന്നും ആ ലോകത്തിന് പേരുണ്ട്. അഥവാ കരാറ് നടന്ന ലോകം. മീസാഖ് എന്ന് പറഞ്ഞാൽ കരാർ എന്നാണ് അർത്ഥം. മീസാഖ് നടന്ന ലോകം എന്ന നിലയ്ക്ക്, കരാറ് നടന്ന ലോകമെന്ന നിലയ്ക്ക് ഈ മൂന്ന് രൂപത്തിലും ആ ലോകം പരിചയപ്പെടുന്നു. ആലമുൽ അർവാഹ്, റൂഹുകളുടെ ലോകം, ആത്മാക്കളുടെ ലോകം. ആലമുദ്ദർ, അത് പിന്നെ അണുമണി തൂക്കമുള്ള അവസ്ഥയിൽ ആത്മാക്കൾ ഉണ്ടാക്കപ്പെട്ട ലോകം. മൂന്നാമത്തത് ആലമുൽ മീസാഖ്, ആത്മാക്കൾ അള്ളാഹുവുമായിട്ട് കോൺട്രാക്ട് ചെയ്തതിനെ സൂചിപ്പിച്ചുകൊണ്ട് ആലമുൽ മീസാഖ്, കരാറിന്റെ ലോകം എന്നത് അറിയപ്പെടും. ഈ രണ്ട് വ്യാഖ്യാനവും തമ്മിൽ മുനാഫാത്തുൻ വലാ മുലാദ്ദത്തുൻ വലാ മുഗാറളത്തുൻ, ഇവ തമ്മിൽ യാതൊരു വൈരുദ്ധ്യമോ പരസ്പര വിരുദ്ധതയോ എതിർപ്പോ ഇല്ല. അദ്ദേഹം പറയും എതിർപ്പോ ഇല്ല. കാരണം എന്താ? ഫഇന്ന ഹാദിഹിൽ മവാസീഖ കുല്ലഹ, ഈ പറഞ്ഞ എല്ലാ കരാറുകളും അത്
പിന്നെ നൈസർഗികമായ വാസനയെ പറ്റിയിട്ടാണെങ്കിലും ശരി, അതല്ല റൂഹുമായി നേർക്ക് നേരെ നടന്ന കരാറാണെങ്കിലും ശരി, അതെല്ലാം തന്നെ സാബിതത്തും ബിൽ കിതാബി വസ്സുന്ന, അതല്ലാന്റെ കിതാബ് കൊണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് കൊണ്ടും സ്ഥിരപ്പെട്ടതാണ്, ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ടതാണ് എന്ന് അദ്ദേഹം വിശദീകരിക്കാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, അൽ അവ്വലുൽ മീസാഖ്, ഒന്നാമത്തെ ഈ കരാറിനെ പറ്റിയിട്ടുള്ള വ്യാഖ്യാനം, അല്ലദീ അഖദഹുല്ലാഹു തആല അലൈഹിം ഹീന അഖ്റജഹും മിൻ ളുഹ്രി അബീഹിം ആദം അലൈഹിസ്സലാം. അല്ലാഹു സുബ്ഹാനഹു തആല ആദം അലൈഹിസ്സലാം, അവരുടെ മനുഷ്യരുടെ പിതാവായ ആദം അലൈഹിസ്സലാമിന്റെ മുതുകിൽ നിന്ന് അദ്ദേഹത്തിന്റെ സന്താന പരമ്പരകളായി ജനിക്കാൻ പോകുന്ന സകല മനുഷ്യരുടെയും റൂഹുകളെ അല്ലാഹ് പുറത്തേക്ക് എടുത്തു. ആ റൂഹിൽ ആരുണ്ട്? ഞാനും നിങ്ങളുമുണ്ട്. ആ റൂഹിൽ ആരൊക്കെയുണ്ട്? ലോകത്തേക്ക് വന്ന സകല അമ്പിയാക്കന്മാരുമുണ്ട്. ആ റൂഹിൽ ആരൊക്കെയുണ്ട്? ലോകം കണ്ട ഏറ്റവും വലിയ ക്രൂരന്മാരുണ്ട്. അമ്പിയാക്കന്മാരെ തെറി വിളിച്ച, അമ്പിയാക്കന്മാരെ കൊന്നുകളഞ്ഞ ദുഷ്ടന്മാരായ മനുഷ്യരും സജ്ജനങ്ങളും സ്വാലിഹീങ്ങളും ശുഹദാക്കളും എല്ലാമുണ്ട്. എല്ലാ മനുഷ്യരും ആ റൂഹിലുണ്ട്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല പറയാണ്, ആ റൂഹുകളെ മുഴുവൻ അല്ലാഹ് സമ്മേളിപ്പിച്ചു. ആ റൂഹിനെ മുഴുവൻ സമ്മേളിപ്പിച്ചു. എന്നിട്ടാണ് ആ റൂഹിനോട് ചോദിച്ചത്, വഅശ്ഹദഹും അലാ അൻഫുസിഹിം, ആ റൂഹുകളെ മുഴുവൻ സാക്ഷി നിർത്തി, അലസ്തു ബിറബ്ബിക്കും, ഞാനല്ലയോ നിങ്ങളുടെ രക്ഷിതാവ് എന്ന് റബ്ബ് സുബ്ഹാനഹു തആല ചോദിച്ചു. അപ്പോളാണ് ആ റൂഹുകൾ പറഞ്ഞത്, ബലാ ഷഹിദിന, അതേ റബ്ബേ, നിന്റെ റുബൂബിയത്തിന് ഞങ്ങൾ സാക്ഷിയാണ്, നീയാണ് റബ്ബ് എന്നതിന് ഞങ്ങൾ സാക്ഷിയാണ്. ഞങ്ങളെ പടച്ചതാരാണ്? ഞങ്ങളെ സൃഷ്ടിച്ചതാരാണ്? ഞങ്ങൾക്ക് ഉപജീവനം നൽകുന്നതാരാണ്? ഞങ്ങളെ സഹായിക്കുന്നതാരാണ്? ഞങ്ങളെ മരിപ്പിക്കുന്നതാരാണ്? ഞങ്ങളുടെ ജീവിതം സംവിധാനിച്ചതാരാണ്? ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുന്നവനാരാണ്? ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചവൻ ആരാണ്? നീയാണ്. ഉലൂഹിയത്തിനും സാക്ഷ്യം വഹിച്ചു. ഞങ്ങൾ ആരാധിക്കേണ്ടത് ആരെയാണ്? നിന്നെ മാത്രമാണ്. ഞങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ആരെയാണ്? നിന്നെ മാത്രമാണ്. ഞങ്ങളുടെ സകല ഇബാദത്തുകളും അർപ്പിക്കേണ്ടത് നിനക്ക് മാത്രമാണ്. ബലാ ഷഹിദിന, ഞങ്ങൾ സാക്ഷിയാണ് റബ്ബേ. മനുഷ്യന്മാരെല്ലാം പറഞ്ഞു, നമ്മളെല്ലാം പറഞ്ഞു. ആലമുൽ അർവാഹിൽ വെച്ച് നമ്മളെല്ലാം പറഞ്ഞു. ഈ സാക്ഷ്യം വഹിപ്പിച്ചിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല 1000 വർഷങ്ങൾ കഴിഞ്ഞപ്പോ നമ്മുടെ മാതാക്കളുടെ ഉദരത്തിലേക്ക്, നമ്മുടെ ഉമ്മമാരുടെ വയറ്റിലേക്ക് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ റൂഹുകളായിട്ട് അയക്കുന്നത്. ഇത് കഴിഞ്ഞ് വർഷങ്ങൾ 1000 സംവത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ റബ്ബ് സുബ്ഹാനഹു തആല അയച്ചു. എൻ്റെ മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ ഞാൻ 40നും 45 ദിവസത്തിനും ഉള്ളിൽ എനിക്ക് റൂഹ് ഊതപ്പെട്ടു. ആ റൂഹ് അതിന് എത്രയോ സംവത്സരങ്ങൾക്ക് മുമ്പ് ആലമുൽ അർവാഹിൽ വെച്ച്, ആത്മാക്കളുടെ ലോകത്ത് വെച്ച് ഒരു കരാർ ചെയ്തിട്ടാണ് എൻ്റെ മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ ഞാൻ ജീവനായി തുടിച്ചത്. ആ കോൺട്രാക്റ്റ് മീസാക്കുണ്ട്, ആ കരാറുണ്ട്. ആ കരാറ് പാലിക്കണം മനുഷ്യർ. ശിർക്ക് ചെയ്തവൻ കരാർ ലംഘിച്ചവനാണ്. ജീവിതത്തിൽ എവിടെയെങ്കിലും ശിർക്ക് പറ്റിയവർ അള്ളാഹുവിനോട് ഈ കരാർ ലംഘിച്ചവരാണ്. ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ 2638 ഹദീസായിട്ട് രേഖപ്പെടുത്തി. സ്വഹീഹ് മുസ്ലിം 2638 എന്ന് നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ ഈ ഹദീസ് സ്വഹീഹ് മുസ്ലിമിൽ നിന്ന് നിങ്ങളെ മൊബൈലിലേക്ക് വരും. ആ ഹദീസ് നിങ്ങൾ വായിക്കുക. ദീർഘമായ ഒരു ഹദീസാണ്. അതിന്റെ അവസാന ഭാഗത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൽ അർവാഹു ജുനൂദുൻ മുജന്നദ, അർവാഹുകൾ, റൂഹുകൾ അവയുണ്ടല്ലോ ഇണക്കപ്പെട്ട സൈന്യങ്ങളെ പോലെയാണ്. ഇണക്കപ്പെട്ട സൈന്യങ്ങളെ പോലെ, പരസ്പരം ഒരു ആർമിയിൽ ഇങ്ങനെ വരി നിർത്തി ഇണക്കിയ സൈന്യങ്ങളെ പോലെയാണ് മനുഷ്യന്മാരുടെ മുഴുവൻ റൂഹുകളും. ഫമാ തആറഫ മിൻഹാ, അതിൽ പരസ്പരം തിരിച്ചറിഞ്ഞവ അവ എന്ത് ചെയ്യുന്നു? ഇഖ്തലഫ, അവ വീണ്ടും ദുനിയാവിൽ വെച്ച് ഇണങ്ങും. അവിടെ ആലമുൽ അർവാഹിൽ അല്ലാഹ് നിർത്തിയപ്പോ അലസ്തു ബിറബ്ബിക്കും,
ഞാനല്ലയോ നിങ്ങളുടെ രക്ഷിതാവ് എന്നല്ല ചോദിച്ചപ്പോ ബലാ ഷഹിദിന, ഞങ്ങൾ സാക്ഷിയാണ് എന്ന് പറഞ്ഞ എല്ലാ റൂഹും, ഇന്ന് കാഫറായി മുശ്രിക്കായി ജീവിക്കുന്നവരും അവിടെ ബലാ ഷഹിദിന എന്ന് പറഞ്ഞു. ശിർക്കിന് വേണ്ടി വഅദ് പറയുന്നവർ ബലാ ഷഹിദിന എന്ന് പറഞ്ഞു. ലോകത്തെ സകല ചെമ്മാടികളായ മനുഷ്യന്മാരും തോന്നിവാസികളായ മനുഷ്യന്മാരും സ്വാലിഹീങ്ങളായ മനുഷ്യന്മാരും ഒരുപോലെ പറഞ്ഞു ബലാ ഷഹിദിന, ഞങ്ങൾ സാക്ഷിയാണ്. ആ പറഞ്ഞതിന് ശേഷം പരസ്പരം അന്ന് തിരിച്ചറിഞ്ഞവയുണ്ട്, പരസ്പരം അന്ന് നോക്കിയവയുണ്ട്, പരസ്പരം അന്ന് സ്നേഹിച്ചവയുണ്ട്. ആലമുൽ അർവാഹിൽ വെച്ച് അവരാണ് ഈ ദുനിയാവിൽ വന്നിട്ട് ഒന്നിച്ച് പ്രവർത്തിക്കുന്നവർ, അവരാണ് ഈ ദുനിയാവിൽ വന്നിട്ട് ഒന്നിച്ച് നിൽക്കുന്നവർ, ഇണങ്ങി നിൽക്കുന്നവർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാണ്. ഫമാ തആറഫ മിൻഹാ, അതിൽ പരസ്പരം തിരിച്ചറിഞ്ഞവ ഇഖ്തലഫ, അവർ ചേർന്ന് നിൽക്കുന്നു. വമാ തനാകറ മിൻഹാ, അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അകൽച്ചയുണ്ടായവ, അപരിചിതത്വമുണ്ടായവ ഇഖ്തലഫ, ഈ ദുനിയാവിൽ വന്നാൽ അവർ ഭിന്നിക്കും. ആലമുൽ അർവാഹിൽ പരസ്പരം ചേർന്ന് നിന്ന ബലാ ഷഹിദിന എന്ന് തൗഹീദിന് സാക്ഷ്യം വഹിച്ച ആത്മാക്കളിൽ പരസ്പരം ചേർന്ന് നിന്നവ ഈ ദുനിയാവിലും ചേർന്ന് നിൽക്കും. ഈ ദുനിയാവിലും അവയെ അള്ളാഹു ചേർത്ത് നിർത്തും. അതുകൊണ്ട് വിശ്വാസികളെ മനസ്സിലാക്കിക്കൊള്ളണം. നമ്മൾ വിചാരിക്കും മനുഷ്യന്മാരെന്തുകൊണ്ട് ഭിന്നിക്കുന്നു? ഒന്നിച്ച് പ്രവർത്തിച്ചിരുന്ന ആൾക്കാരാണ്, ഒന്നിച്ച് നടന്നിരുന്ന ആൾക്കാരാണ്, അവരെന്തുകൊണ്ട് ഭിന്നിച്ചു പോയി എന്ന് വിചാരിക്കുകയാണെങ്കിൽ നമ്മൾ ആലമുൽ അർവാഹിനെ പറ്റി ചിന്തിച്ചാൽ മതി. അവിടെ ആ ആലമുൽ അർവാഹിൽ അവർക്ക് ഐക്യമുണ്ടായിട്ടില്ലെങ്കിൽ അവരവിടെ വെച്ച് അപരിചിതത്വം നടിച്ചെങ്കിൽ ഇഖ്തലഫ, അവർ ഭിന്നിക്കും. ഈ ദുനിയാവിലും അവർ ഭിന്നിക്കും. കുഫറിലേക്കും ബിദ്അത്തിലേക്കും ളലാലത്തിലേക്കും അവർ വഴി നടന്നു പോകും. ഒരു കൂട്ടർ ഹക്കിലേക്ക് വഴി നടന്നു പോകും. രണ്ടു കൂട്ടരും ബലാ ഷഹിദിന എന്ന് സാക്ഷ്യം വഹിച്ചവരാണ്. ബലാ ഷഹിദിന എന്ന് സാക്ഷ്യം വഹിച്ചവരാണ്. വഹുവല്ലദീ ഖാലഹു ജുംഹൂറുൽ മുഫസ്സിരീന റഹിമഹുമുല്ലാഹ് ഫീ ഹാദിഹിൽ ആയ, ഈ ആയത്തിന് ഭൂരിപക്ഷം മുഫസ്സിറുകളും നൽകിയ തഫ്സീർ ഇതാണ്. വഹുവ നസ്സുൽ അഹാദീസ് അസ്സാബിതത്തി ഫീ സ്വഹീഹൈനി വഗൈരിഹാ, ഇമാം ബുഖാരിയുടെയും മുസ്ലിമിന്റെയും സ്വഹീഹൈനികളിലും അതല്ലാത്തവയിലും ഈ വിഷയം സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഹദീസുകളിൽ നസ്സ് വന്ന കാര്യമാണ് ഈ പറയപ്പെട്ടത് എന്ന് ഉലമാക്കൾ നമുക്ക് വിശദീകരിച്ചു തരികയാണ്. അതുകൊണ്ട് അള്ളാഹുവിനോടുള്ള കരാറാണ് ഞാൻ അവനോട് മാത്രമേ പ്രാർത്ഥിക്കൂ എന്നത്, അള്ളാഹുവിനോട് മാത്രം ഞാൻ ഇസ്തിഗാസ നടത്തൂ എന്നത്, അള്ളാഹുവിനോട് മാത്രമേ ഞാൻ ദുആ ചെയ്യൂ എന്നത്, അള്ളാഹുവിനെ മാത്രമേ ഞാൻ ആരാധിക്കൂ എന്നത്, അള്ളാഹുവിന് മാത്രമേ ഞാൻ നേർച്ചകൾ നൽകൂ എന്നത് ആലമുൽ അർവാഹിൽ വെച്ച്, റൂഹുകളുടെ ലോകത്ത് വെച്ച് നമ്മൾ പ്രതിജ്ഞ ചെയ്തതാണ്. അത് കഴിഞ്ഞിട്ടാണ് ഉമ്മന്റെ വയറ്റിലേക്ക് റൂഹായിട്ട് നമ്മൾ വരുന്നത്. അവിടുത്തെ പ്രതിജ്ഞയും കോൺട്രാക്റ്റൊക്കെ കഴിഞ്ഞിട്ടാണ്. അതുകൊണ്ട് കരാർ ലംഘനം കൂടിയാണ് ശിർക്ക് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കരാർ ലംഘനം, ഈ കരാർ ലംഘനം അല്ലാഹു സുബ്ഹാനഹു തആല ഒരു നിലക്കും ഇത് അംഗീകരിക്കാൻ പോകുന്നില്ല. ഒരു നിലക്കും അല്ലാഹു ഇതിനെ ചെറുതായി കാണാൻ പോകുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു തആല വമ്പിച്ച ശിക്ഷ ഇതിന് നൽകിക്കൊണ്ടിരിക്കും. വമ്പിച്ച ശിക്ഷ. ഇനി പരലോകത്ത് ചെന്നിട്ട് മനുഷ്യന് പറയാൻ കഴിയില്ല. അവിടെ ചെന്നിട്ട് അവന്റെ പ്രകൃതിയുടെ തേട്ടമായ തൗഹീദിൽ നിന്ന് അകന്നിട്ട് പ്രകൃതി വിരുദ്ധമായ ശിർക്കിലേക്ക് അവൻ വഴി നടന്നിട്ട് അള്ളാഹുവിനോട് അവന് ന്യായം പറയാൻ പറ്റില്ല. അവന്റെ ആത്മാവ് കോൺട്രാക്ട് ചെയ്തതാണ്, ശൈത്താൻ അവനെ മറപ്പിച്ചതാണ്, അവന്റെ മനസ്സിൽ ശൈത്താൻ ഇട്ടുകൊടുത്തതാണ്. നിങ്ങൾ ആലോചിക്കൂ, അത് മനസ്സിലാക്കണമെങ്കിൽ ഒരു മുവഹിദിന്റെയും മുശ്രിക്കിന്റെയും മനോഗതം നമ്മൾ പഠിക്കണം. ആത്മാവിന്റെ തേട്ടം അത് മനസ്സിലാവണമെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് പഠിക്കാം. നിങ്ങൾ ആലോചിക്കൂ, ഒരു ദിവസം ഒരു വിഗ്രഹത്തിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾക്കത് സഹിക്കാൻ പറ്റുമോ? നിങ്ങൾ ആലോചിക്കൂ, ഒരു ദിവസം ഒരു മനുഷ്യ ദൈവത്തിന്റെ മുൻപിൽ
സുജൂദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാൽ മുവഹിദുകളെ നിങ്ങൾക്കതിന് സാധ്യമാണോ? മരണമാണോ വേണ്ടത്, ഇതാണോ വേണ്ടത് എന്ന് ഓപ്ഷൻ തന്നാൽ മരണമാണ് നമ്മൾ തിരഞ്ഞെടുക്കുക. മരണമാണ് തിരഞ്ഞെടുക്കുക. അസാധ്യാണ്. ഇനി അഥവാ നിർബന്ധിതമായി സുജൂദ് നിർബന്ധപൂർവം ചെയ്യിപ്പിച്ചാലോ നമ്മുടെ മനസ്സ് സുജൂദ് ചെയ്യുമോ? മനസ്സ് സുജൂദ് ചെയ്യൂല. മനസ്സ് സുജൂദ് ചെയ്യില്ല. അറപ്പാണ് നമുക്ക്, വെറുപ്പാണ് നമുക്ക്, അസാധ്യമാണ് നമുക്ക്. മനസ്സുകൊണ്ട് ഒരു വിഗ്രഹത്തിന്റെയോ ഒരു മനുഷ്യ ദൈവത്തിന്റെയോ ഒരു ഖബറിന്റെയോ അടുത്ത് പോയി സുജൂദ് ചെയ്യുക എന്നത് നമുക്ക് അറപ്പും വെറുപ്പുമുള്ള കാര്യമാണ്. നിരാശയായിരിക്കും. ആരെങ്കിലും നിർബന്ധിച്ച് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ നിരാശയായിരിക്കും നമ്മുടെ മനസ്സുകളിൽ. നമ്മൾ പൊട്ടിക്കരഞ്ഞു പോകും. നിങ്ങൾ ആലോചിക്കും, ഇതേ കാര്യം തന്നെ സന്തോഷത്തോടെ ചെയ്യുന്നവർ നമുക്ക് ചുറ്റുമുണ്ട്. ഈ കാര്യം തന്നെ സന്തോഷത്തോടെ ചെയ്യുന്നവർ വിഗ്രഹത്തിന്റെ മുമ്പിലാകട്ടെ, ഖബറിന്റെ മുമ്പിലാകട്ടെ, മനുഷ്യ ദൈവങ്ങളുടെ മുമ്പിലാകട്ടെ, കരഞ്ഞ് ആത്മാവിന്റെ ചേട്ടം എന്ന് പറഞ്ഞിട്ട്, ആത്മീയതയുടെ ലയനം എന്ന് പറഞ്ഞിട്ട് അവരുടെ മുമ്പിൽ പോയി കരഞ്ഞിട്ട് സുജൂദ് ചെയ്തിട്ട് അവരുടെ അനുഗ്രഹം ആശിച്ച് നടക്കുന്ന മനുഷ്യന്മാരുണ്ട്. അതാണ് മുശ്രിക്കുകൾ. ഒരു വിഭാഗത്തിന് അസാധ്യമായ കാര്യം, അറപ്പും വെറുപ്പുമുള്ള കാര്യം, മറ്റൊരു വിഭാഗത്തിന് സന്തോഷമുള്ള കാര്യം, മറ്റൊരു വിഭാഗത്തിന് സന്തോഷമുള്ള കാര്യം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഈ ദുനിയാവിൽ അവസാനം വരെ ഐക്യപ്പെട്ട് നിൽക്കുക. അവസാനം വരെ ഐക്യപ്പെട്ട് നിൽക്കുക ആരായിരിക്കും? അന്ന് ആലമുൽ അർവാഹിൽ പരസ്പരം യോജിച്ച് നിന്നവ, ആലമുൽ അർവാഹിൽ ഫമാ തആറഫ മിൻഹാ, അന്ന് പരസ്പരം തിരിച്ചറിഞ്ഞ് യോജിച്ച് ഒരേ ആശയത്തിൽ നിലകൊണ്ടവ, ഇഖ്തലഫ, അവർ മാത്രമേ ഈ ദുനിയാവിൽ ഐക്യപ്പെട്ട് ജീവിക്കൂ. അവർ മാത്രമേ ജീവിക്കൂ. അത് എത്രത്തോളം എന്ന് പറഞ്ഞാൽ, ഈ വിഷയം വിശദീകരിക്കുമ്പോൾ, ഈ ഹദീസുകൾ വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ചു തന്നു. ഷേഖ് ഇബ്നു ബാസ് റഹിമഹുമുല്ലാഹ് അദ്ദേഹം ആത്മാക്കളുടെ ഈ പൊരുത്തവും ആത്മാക്കളുടെ ഈ അകൽച്ചയെയും പറ്റി വിശദീകരിക്കുന്ന ഹദീസ് വ്യാഖ്യാനിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഫൽ മഹബ്ബത്തു ഫില്ലാഹി വൽ അമലു സ്വാലിഹി യജ്മഉ അർവാഹ്. അല്ലാഹു സുബ്ഹാനഹു തആലയ്ക്ക് വേണ്ടിയിട്ടുള്ള സ്നേഹത്തിലും സൽക്കർമ്മത്തിലും ആത്മാക്കളെ തമ്മിൽ ഒന്നിപ്പിക്കുന്നു. വ ഇൻ തബാഅദത്, അവ എത്ര രാജ്യങ്ങളോ ദേശങ്ങളോ അകലെയാണെങ്കിലും ശരി, അവക്ക് പരസ്പരം സ്നേഹമുണ്ടാകുന്നു. അതുകൊണ്ടാണ് മുവഹിദുകളായ പണ്ഡിതന്മാരുടെ പേര് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു സ്നേഹം വരുന്നത്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന് കേൾക്കുമ്പോൾ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ എന്ന് കേൾക്കുമ്പോൾ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ എന്ന് കേൾക്കുമ്പോൾ, ഇമാം ഷാഫിഈ എന്ന് കേൾക്കുമ്പോൾ, ഇമാം മാലിക് എന്ന് കേൾക്കുമ്പോൾ, ഇമാം അബൂ ഹനീഫ എന്ന് കേൾക്കുമ്പോൾ, ഇമാം നബവി എന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ എത്രയോ പരിചയമുള്ള, എത്രയോ ഇഷ്ടമുള്ള, എത്രയോ സ്നേഹമുള്ള ഒരു രൂപമാണ് തെളിയുന്നത്. നമ്മൾ കണ്ടിട്ടില്ല, നമ്മൾ ചേർന്നിരുന്നിട്ടില്ല, നമ്മൾ അവരുടെ ഒരു സ്നേഹം പോലും അനുഭവിച്ചിട്ടില്ല, ഒരു സാമീപ്യം പോലും അനുഭവിച്ചിട്ടില്ല. അവരുണ്ടായിരുന്നോ എന്നതിന് പോലും നമ്മൾ ഒരു രേഖ നോക്കിയിട്ടില്ല, അവരുടെ കിതാബേ കണ്ടിട്ടുള്ളൂ. പക്ഷേ സ്വന്തം വാപ്പയുടെ പേര് കേൾക്കുമ്പോൾ തോന്നുന്ന സ്നേഹം പോലെ, സ്വന്തം മക്കളുടെ പേര് കേൾക്കുമ്പോൾ തോന്നുന്ന സ്നേഹം പോലെ, അവരെ പേര് കേൾക്കുമ്പോൾ റഹിമഹുല്ലാഹ് എന്ന് പറയാതിരിക്കാൻ നമുക്ക് പറ്റില്ല. ഒരു ആലിമിന്റെ പേര് കേട്ടിട്ട് റഹിമഹുല്ലാഹ് എന്ന് പറഞ്ഞില്ലെങ്കിൽ ഹറാമൊന്നുമല്ല. അത് നല്ല കൂലിയുള്ള കാര്യമാണ് അവർക്ക് വേണ്ടി ദുആ ചെയ്യല്. അല്ലാതെ ആരെങ്കിലും മറന്നുപോയാൽ ഹറാമൊന്നുമല്ല. പക്ഷേ നമ്മൾ മറക്കാറില്ല. ഇമാം ഷാഫിഈ എന്ന് കേട്ടാൽ നമ്മുടെ വായിൽ നിന്ന് ആ പേരിനോട് ചേർന്നിട്ട് തന്നെ റഹിമഹുല്ലാഹ് വരും. റഹിമഹുല്ലാഹ്, അല്ലാഹുവേ നീ കരുണ ചെയ്യണം അവർക്ക് എന്ന് ദുആ വരും. ആ ദുആ ചേർത്തിട്ടല്ലാതെ ഈ മുവഹിദുകളായ ആലിമീങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിക്കാറില്ല. കാരണം എന്താ? വമാ തആറഫ മിൻഹാ, ആലമുൽ അർവാഹിൽ വെച്ച് നമ്മൾ അവരെ കണ്ടിട്ടുണ്ട്, അവര് നമ്മളെയും കണ്ടിട്ടുണ്ട്, നമ്മൾ പരസ്പരം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ തലഫ എങ്കിൽ നമ്മളിവിടെ യോജിക്കും, നമ്മുടെ മനസ്സിൽ അവരോടുള്ള ഹുബ്ബ് ഉണ്ടാകും. അതാണ് ഷെയ്ഖ് പിന്നെ ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് പറഞ്ഞത്, ഫൽ മഹബ്ബത്തു ഫില്ലാഹി വൽ അമലു സ്വാലിഹു യജ്മഉൽ അർവാഹ്.
അള്ളാഹുവിനോട് വേണ്ടിയുള്ള സ്നേഹത്തിന്റെ കാര്യത്തിലും സൽക്കർമ്മത്തിലും ആത്മാക്കൾ യോജിക്കുന്നു. വഇൻ തബാഅദത്, അവ എത്ര അകലത്തിലുള്ളതാണെങ്കിലും ശരി. വൽ കുഫ്റു വൽ മആസി വൽ ബിദ്ഉ വൽ അഹ്വാഉ യജ്മഉ, അതുപോലെ തന്നെ ദുഷ്ട ആത്മാക്കൾ കുഫറിലും പാപത്തിലും അതുപോലെ തന്നെ ബിദ്അത്തിലും അതുപോലെ തന്നെ ദേഹേച്ഛയിലും അവരും തമ്മിൽ യോജിക്കുന്നു. വഇൻ തബാഅദത്, അവർ എത്ര അകലത്തിലുള്ളതാണെങ്കിലും ശരി. അവർക്കിടയിലെ യോജിപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കേരളത്തിലെ ശിർക്കും ഖുറാഫാത്തും എവിടെ നിന്ന് വന്നു എന്ന് നോക്കിയാൽ, കേരളത്തിലെ ശിർക്കും ഖുറാഫാത്തും എവിടെ നിന്ന് വന്നു എന്ന് ഒന്ന് പഠിച്ചു നോക്കിയാൽ നിങ്ങൾക്കറിയാം. അത് വന്നത് ഇറാനിൽ നിന്നാണ്. അത് വന്നത് ഷിയാക്കളുടെ വഴികളിൽ നിന്നാണ്. കേരളത്തിലെ എല്ലാ ബിദ്അത്തുകളും എല്ലാ ശിർക്കും നിങ്ങൾ നോക്കിക്കോ, അത് എല്ലാം കടന്നു വരുന്നത് ഷിഈത വഴികളിലൂടെയാണ്. അതെങ്ങനെയാണ് കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് കിട്ടിയത്? കേരളത്തിലും ഷിഈത വഴി ഉണ്ടായിരുന്നു. ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, പഴയ പൊന്നാനിക്കയും കൊണ്ടോട്ടിക്കയും എന്ന് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് നേതൃത്വം നൽകിയ 2 നേതൃത്വ സംഘത്തെ കാണാം. പൊന്നാനിക്കൈ എന്ന് പറഞ്ഞാൽ അഹ്ലു സുന്നത്ത് വൽ ജമാഅയുടെ പണ്ഡിതന്മാരായിരുന്നു. കൊണ്ടോട്ടിക്കൈ എന്ന് പറഞ്ഞാൽ ഷിഈ പണ്ഡിതന്മാരുടെ നേതൃത്വമായിരുന്നു. ആ ഷിഈ പണ്ഡിതന്മാരും അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാരും 2 ചേരിയിൽ നിന്ന് അവർ മുസ്ലിം സമൂഹത്തെ നയിച്ച ഒരു ചരിത്രം കേരളത്തിനുണ്ട്. ഷിഈകളുടെ ഈ ചന്ദനക്കുടവും ആന കൊണ്ടുവരുന്ന നേർച്ചയും അന്ന് പൊന്നാനിക്കൈയിന്റെ ആളുകൾ ശക്തമായി എതിർത്തു. ജാറങ്ങൾ കെട്ടിപ്പണിയുന്ന ഷിഈ ഏർപ്പാടുകളെ അന്നത്തെ സുന്നി പണ്ഡിതന്മാർ എതിർത്തു. പിന്നെ നമ്മൾ കാണുന്നത് കൊണ്ടോട്ടിക്കൈനെ കാണുന്നില്ല. കേരളത്തിൽ പൊന്നാനിക്കൈ മാത്രമേ ഉള്ളൂ. കൊണ്ടോട്ടിക്കൈ എവിടെ പോയി? അത് നേരെ പൊന്നാനിക്കൈയിലേക്ക് ലയിച്ചു. അപ്പൊ സംഭവിച്ചത് എന്താ? പൊന്നാനിക്കൈയിലും ശിർക്കും കുഫറും ബിദ്അത്തും വന്നു. ഷിഈത വഴിയിലൂടെ ഈ കേരളത്തിലും ശിർക്ക് വന്നു. എത്ര വിദൂരത്തിലിരുന്നിട്ടും എത്ര അകലത്തിലിരുന്നിട്ടും ദുഷ്ട ആത്മാക്കൾ തമ്മിൽ ബന്ധപ്പെടുന്നു, അവർ കൈമാറുന്നു. അവരുടെ കുഫറും അവരുടെ മഅസിയത്തും അവരുടെ ബിദ്അത്തും അവരുടെ ഹവകളും എല്ലാം പുതിയ തലമുറകളിലേക്ക് കൈമാറാൻ അവർ പോലും അകലങ്ങളിൽ ഇരുന്നിട്ട് ഒന്നിക്കുന്നത് നമ്മൾ കാണുന്നു. അതുകൊണ്ട് ഒരു സത്യവിശ്വാസി അവന്റെ ആത്മാവിന്റെ തേട്ടത്തിന് വേണ്ടി പരിശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആലമുൽ അർവാഹിൽ ബല ഷഹിദിന എന്ന് പറഞ്ഞ അലസ്തു ബി റബ്ബിക്കും, ഞാനല്ലയോ നിങ്ങളുടെ റബ്ബ് എന്ന ചോദ്യത്തിന് ബല ഷഹിദിന, അതെ ഞങ്ങൾ സാക്ഷിയാണ് എന്ന് പറഞ്ഞ ആ പ്രതിജ്ഞ മരണം വരെ ആ കോൺട്രാക്ട് മുറിക്കാതെ ലംഘിക്കാതെ മുന്നോട്ട് പോകാനും അള്ളാഹുവിൻ്റെ തൃപ്തിയോടുകൂടി അള്ളാഹു സുബ്ഹാനഹു തആല കരാർ പൂർത്തീകരിച്ചവൻ എന്ന് അഭിനന്ദിക്കുന്ന രൂപത്തിൽ മരിക്കാൻ നമുക്കും നമ്മുടെ സന്താന പരമ്പരകൾക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.